മോത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ഗലാത്യർ 5:25 വായിക്കാം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. ഗലാത്യർ 5-ാം അധ്യായത്തിൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് 5:1 വായിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിൽക്കണം. കാറ്റിനാൽ അലഞ്ഞുഴലുന്നവരെ പോലെ അല്ല. ക്രിസ്തു നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. നാം ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ് അവനിൽ ഉറച്ചു ജീവിക്കണം. നമുക്ക് തന്ന സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ മാനുഷിക കൽപ്പനയ്ക്ക് കീഴെ ഉള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തിയും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചും 17 മുതൽ 24 വരെ വായിക്കുന്നു. അടുത്ത വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. നമ്മിൽ 2 പ്രകൃതമുണ്ട്, ആത്മസ്വഭാവവും ജഡസ്വഭാവവും. അവ തമ്മിൽ പോരാട്ടമുണ്ട്. ആത്മഫലം നമ്മിൽ നിന്ന് പുറപ്പെടണം എന്നത് ഓരോ വിശ്വാസിയുടെയും തീരുമാനമായിരിക്കണം. നമ്മുടെ കഴിവുകൊണ്ട് അത് സാധിക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ് അത് സാധ്യമാകുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ കെടുത്താതെ അതിന് പോഷണം കൊണ്ടിരിക്കണം എന്നുവെങ്കിൽ നമ്മിൽ ആത്മസ്വഭാവം പുറപ്പെടും. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. റോമർ 8:5 മുതൽ ചില വചനങ്ങൾ വായിച്ചാൽ അനേക സത്യങ്ങൾ ഗ്രഹിക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവിനാൽ നടത്തപ്പെട്ട് ദൈവമക്കളായി ജീവിക്കാം. മത്തായി 5:9 സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നാം ജീവിക്കുന്നു. ജീവിതത്തിൻ്റെ പരിപൂർണത നാം മനസ്സിലാക്കണം. നമ്മിൽ ദൈവാത്മാവ് ഉള്ളതിനാൽ അവന് കീഴ്പ്പെട്ട് നമുക്ക് ജീവിക്കാം. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സൂര്യനുമായി ഒന്ന് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൂര്യൻ എപ്പോഴും അവിടെ ഉണ്ട്. ചിലപ്പോൾ നാം കാണും, ചിലപ്പോൾ കാണുന്നില്ല. പക്ഷേ സൂര്യൻ എപ്പോഴും അവിടെയുണ്ട്. അതുപോലെയാണ് ആത്മാവും. നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തിയും ആത്മാവിൻ്റെ പ്രവൃത്തിയും നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തിയും ആത്മാവിൻ്റെ പ്രവൃത്തിയും ചെയ്യാം. തീരുമാനം നമ്മുടേതാണ്. ഓരോ വിശ്വാസിയും ആത്മാവിനെ അനുസരിച്ച് നടന്നാലേ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും. അല്ലെങ്കിൽ പക, പിണക്കം, സംശയം, എല്ലാ ദുഷ്ടചിന്തകളും ഒക്കെ ഉണ്ടാകും. നേരത്തെ പ്രതിപാദിച്ചതുപോലെ നമ്മിൽ 2 പ്രകൃതിയുണ്ട്. ഏതിന് അധികം ഭക്ഷണം കൊടുക്കുന്നോ അത് പുഷ്ടി പ്രാപിക്കും. ചിന്താമണ്ഡലങ്ങൾ നിയന്ത്രിച്ച് ആത്മബലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കാം. കർത്താവിനെ പോലെ ആകുക എന്നതാണ് നമ്മെക്കുറിച്ച് ദൈവഹിതം. യേശുവിനെ നോക്കി യേശുവിനെ പോലെ ആകുവാൻ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ജീവിക്കാം. നിത്യജീവൻ തന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ചും നിത്യതയെ നോക്കിക്കൊണ്ട് ജീവിക്കാം. ഫലങ്ങളെ പുറപ്പെടുവിച്ച് ജീവിക്കാം. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് സ്ഥിരതയോടെ ഓടാം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് ഓടാം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാം. ഈ സത്യം അറിയാത്ത വിശ്വസിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജീവിക്കണം. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് മക്കളായി ദൈവ തേജസ്സുള്ളവരായി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.